നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് കലയരങ്ങിൻ്റെ രണ്ടാമത്തെ ദിവസമായ ഞായറാഴ്ച. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഭജഗോവിന്ദല്ലേ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭജഗോവിന്ദത്തിലെ 6 ശ്ലോകങ്ങൾ എനിക്കറിയാവുന്ന വിധത്തിൽ ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് വ്യാഖ്യാനിച്ചുണ്ട്, അത്രേ ഉള്ളൂ. ഇന്ന് ഞാൻ 7ാമത്തെ, അതായത് ജീവിതത്തിലെ ആ ഒരു എന്താ പറയണ്ടേ, ഈശ്വരചിന്തയില്ലാതെ ജീവിക്കുന്ന അവരെ പറ്റിയാണ് ആചാര്യസ്വാമികൾ ഈ ഭജഗോവിന്ദത്തിൽ വിവരിക്കുന്നത്. 6 കാര്യങ്ങൾ 6 തവണയായിട്ട് പറഞ്ഞു. ഭജഗോവിന്ദം ഭജഗോവിന്ദം മോടമതേ എന്ന് പറഞ്ഞു. അതുമാത്രം പ്രചാരമായിട്ടുള്ള ശ്ലോകം. മറ്റുള്ളതൊക്കെ പിറകെ ഇതുപോലുള്ള കാര്യങ്ങൾ തന്നെ. മനുഷ്യൻ ഈശ്വരചിന്തയില്ലാതെ ജീവിക്കുന്നു, ലൗകിക ജീവിതത്തിൽ മുഴുകി ജീവിക്കുന്നു. എവിടെ ആ സമയം നിങ്ങൾക്ക് ഈശ്വരചിന്തയ്ക്ക് എന്നാ ചോദിക്കുന്നത്? എന്നാൽ ഇത്ര പ്രതാപത്തോടെ ഈശ്വരനെ പാടെ പറന്ന് സുഖലോലുപരായി ജീവിച്ച് പണമുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല മതിപ്പാ വീട്ടിൽ. പണസമ്പാദനം നിന്ന വില കുറച്ചു പോയി. പ്രായമായി അവശതിയായി കട്ടിലേ കയറിയ പിന്നെ ഒരാളും നമ്മളെപ്പറ്റി ചിന്തിക്കാൻ പോലുമില്ല. അങ്ങനെ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് 7ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഈശ്വരചിന്ത ഇല്ലാതെ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്നിങ്ങനെ ഈ ജീവിതം പോണേ? ഇത്രയും കാലം 80 വയസ്സ് 90 വയസ്സ് എപ്പോഴെങ്കിലും ഈശ്വരഭജനം ഉണ്ടായിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിച്ച് നോക്കേണ്ട സമയമാണിത്. അപ്പോൾ ഈ ശ്ലോകം ഞാനൊന്ന് വായിക്കാം. ബാലസ്താവൽ ക്രീഡാസക്ത തരുണസ്താവൽ തരുണീസക്ത വൃദ്ധസ്താവൽ ചിന്താസക്ത പരമേ ബ്രഹ്മണി കോപിനസക്ത. ജീവിതത്തിലെ 4 സമയങ്ങളെ പറ്റിയാണ് പറയുന്നത്. ബാലസ്താവൽ, ബാല്യകാലത്ത്, കുട്ടിക്കാലത്ത് എന്ന് വെച്ചാൽ 15 വയസ്സിന് മുൻപുള്ള കാലമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കൗമാരായി, യൗവനായി, അങ്ങനെ പോകും. അപ്പോൾ ബാലസ്താവൽ, ബാല്യകാലത്തിൽ എന്താണ്? ക്രീഡാസക്ത, കളിക്കണം. കിടക്കപ്പായി എണീറ്റാൽ കളിക്കാൻ പോകണം. കളി കഴിയലില്ല. അക്കിത്തൻ തന്നെ തൻ്റെ ഒരു കവിതയിൽ പറഞ്ഞിട്ടുണ്ട്, കളി തീരാതെ നിർത്തണം. വൈകുന്നേരം കഴിഞ്ഞു, ഇരുട്ടായി, സന്ധ്യയായി, ഇരുട്ടായി, ദാ അമ്മ പുറകെ വന്ന് വിളിക്കുന്നു. ഇനിയിപ്പോൾ കളി സ്ഥലത്തുനിന്ന് പിടിച്ചു കൊണ്ട് പോകാനായിട്ട് വടിയും കൊണ്ടാണ് വരുന്നത്. അപ്പോഴും കളി കഴിഞ്ഞിട്ടില്ല. കളി നിർത്തി, കളി തീരാതെ നിർത്തണം. അതാണ് ബാല്യകാലത്തൊരു ജീവിതം. ബാലസ്താവൽ ക്രീഡാസക്ത, ബാല്യകാലത്ത് നമുക്ക് കളിയോടാണ് ആസക്തി, താല്പര്യം, മോഹം. കളി തീരണില്ല. കളി തീരാണ്ട് എന്നും സന്ധ്യ ആകുമ്പോൾ, ഇരുട്ടാകുമ്പോൾ നിർത്തിപ്പോരുകയാണ്. വെളിച്ചായിട്ട് വേണമല്ലോ ഇനി കളിക്കാൻ. അത് കഴിഞ്ഞു. ബാല്യം അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ തരുണസ്താവൽ, തരുണൻ എന്ന് പറഞ്ഞാൽ യുവാവ്, യുവതി, ആൺകുട്ടിയും പെൺകുട്ടിയും ആവാമല്ലോ. തരുണസ്താവൽ, കൗമാരം, യൗവനമായാൽ, തരുണനായാൽ, യുവാവായാൽ തരുണീസക്ത. തരുണസ്താവൽ, യുവാവായാൽ യുവതികളോട് ആസക്തി, യുവതികളായാൽ യുവാക്കന്മാരോട് ആസക്തി. എന്ന് പറഞ്ഞാൽ ചെറിയ പ്രേമങ്ങളിലൊക്കെ അങ്ങോട്ട് ചെന്ന് പെട്ട് വീണു പോകും. ചിലത് അങ്ങോട്ട് സക്സസ്സായി കല്യാണവും നടക്കും. ചിലത് അതൊന്നും അല്ലാത്ത വേറെ ഒരാളായിട്ട് അങ്ങോട്ട് കല്യാണം നടക്കും. പിന്നെന്താ, കുട്ടികളായി, പ്രാരാബ്ധമായി, അവരെ വളർത്തലായി, അവർക്ക് സുഖേടുകളായി, അതൊക്കെ മാറി, ചികിത്സിച്ചു, പഠിത്തമായി, പിന്നീട് അവരുടെ കല്യാണങ്ങളായി, അവരുടെ പ്രസവാദി കാര്യങ്ങളായി, ആൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളെ കൊണ്ടല്ലായി, കുടുംബമായി. നമ്മളെ കൊണ്ടാവണ വിധത്തിൽ നമ്മൾ അവരെ സഹായിച്ച് ഇങ്ങനെ പണിയെടുത്ത് ഓരോരുത്തരെയും ഇങ്ങനെ സഹായിച്ച് പിന്നെ ക്ഷീണമൊന്നും നോക്കാൻ നേരമില്ല, വിശ്രമിക്കാൻ ഒട്ടും സമയമില്ല. അവനവൻ്റെ ശരീരത്തെ പറ്റിയോ അവനവൻ്റെ സ്വതന്ത്രമായ ചിന്തകളെ പറ്റിയോ എന്തെങ്കിലും ഒന്ന് ഓർക്കാൻ കുടുംബജീവിതത്തിലേക്ക് പെട്ട് കഴിഞ്ഞാൽ പിന്നെ സമയം കിട്ടുന്നില്ല പലർക്കും. അതാണ് ഇവിടെ പറയണത്. തരുണീസ്താവൽ തരുണീസക്ത തരുണാസ്താവൽ തരുണീസക്ത
യുവാവായാൽ യുവതികളോട് ആസക്തിയായി, യുവതികളായാൽ യുവാക്കളോട് ആസക്തിയായി, വിവാഹം, കുടുംബജീവിതം, അതൊക്കെ ഒക്കെ കഴിഞ്ഞ കുട്ടികളും കല്യാണം കഴിഞ്ഞാൽ അവരും ഒക്കെ കുടുംബമായി അങ്ങൊക്കെ മാറിക്കഴിയുമ്പോഴേക്കും അച്ഛനും അമ്മയ്ക്കും വൃദ്ധരായേ. അപ്പം വൃദ്ധാസ്താവൽ, വാർദ്ധക്യകാലത്ത് അപ്പോഴെന്താണ്? വാർദ്ധക്യകാലത്ത് വൃദ്ധാസ്താവൽ ചിന്താസക്ത, വൃദ്ധന്മാരായി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കുക. എൻ്റെ കുട്ടിക്കാലത്ത് എന്തായിരുന്നു അച്ഛൻ്റെ ഒരു പ്രതാപം, അമ്മാവൻ്റെ ഒരു പ്രതാപം, ഞാൻ എത്ര കുസൃതിയായിരുന്നു എന്നിങ്ങനെയുള്ള പല പല കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് ആ ഉമ്മറത്ത് കിടക്കുന്ന ചാരുകസേരയിൽ കിടന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് ജീവിതം പോകുന്നത്. ഇതിനിടയിൽ എപ്പോഴെങ്കിലും പരമേ ബ്രഹ്മണി കോപി നസക്ത, ഒരിക്കലും നമ്മുടെ കാര്യത്തെപ്പറ്റി, ഈശ്വരനെപ്പറ്റി വിചാരിക്കാനോ ചിന്തിക്കാനോ നമുക്ക് സമയം ഇല്ലാതെ പോകുന്നു. ആചാര്യസ്വാമികൾ പറയുകയാണ്, ജീവിതം വളരെ ബന്ധപ്പാടൊക്കെ തന്നെ, പക്ഷേ ഇടയ്ക്ക് നമുക്ക് ഈശ്വര ചിന്തയ്ക്കുള്ള സമയം കൂടി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഞാൻ ഇന്നത്തെ സാഹിത്യ ചിന്ത ഇവിടെ നിർത്തുകയാണ്. ഭജഗോവിന്ദത്തിലെ 7ാമത്തെ ശ്ലോകമാണ് ഇന്ന് അർത്ഥം പറഞ്ഞു നിർത്തുന്നത്. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നിങ്ങളിതൊന്ന് കേൾക്കൂ. കേട്ടിട്ടുണ്ടെങ്കിൽ നല്ലത്, കേട്ടില്ലെങ്കിൽ ആദ്യമായിട്ടെങ്കിലും കേൾക്കൂ. ഞാൻ നിങ്ങളുടെ മാലതി ചേച്ചി. എല്ലാവർക്കും നന്ദി.